സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 64/2018. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേത് 18ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അതുപോലെ ഇതിലെ ആൻസേഴ്സ് പറയുന്നത് PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മിശ്ര ഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ്? മിശ്ര ഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി. ഓപ്ഷൻ എ ആണ് ഉത്തരം. സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഓപ്ഷൻ സി, അന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ. 1933 കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം. 1933 കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ് 1933 കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം. അടുത്ത ചോദ്യം, ബ്ലാക്ക് ബെൽറ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്ലാക്ക് ബെൽറ്റ് ഇവിടെ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗുസ്തി, കരാട്ടെ, ക്രിക്കറ്റ്, അമ്പെയ്ത്ത്. ബ്ലാക്ക് ബെൽറ്റ് ഓപ്ഷൻ ബി, കരാട്ടെ. അടുത്ത ചോദ്യം, കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. കേരളവുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാടാണ് കേരളവുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ചത് കേരളമാണ്. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. അടുത്ത ചോദ്യം, ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള നെല്ലാണ്. നെല്ലാണ് ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി കെ കരുണാകരനാണ്. കെ കരുണാകരനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? വരയാടാണ്. വരയാടാണ് തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ് സൗരോർജമാണ്. സൗരോർജമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത്? ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? ആര്യ സമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ സ്ഥാപകൻ. ആര്യ സമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. നമ്മുടെ ആമാശയത്തിലെ രസത്തിലെ ആസിഡ് ഏതാണ്? നമ്മുടെ ആമാശയ രസത്തിലെ ആസിഡ് ഏതാണ്? ആമാശയ രസത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓപ്ഷൻ ബി, ഹൈഡ്രോക്ലോറിക് ആസിഡ്. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദന്റെ ആത്മകഥയുടെ പേരാണ് സമരം തന്നെ ജീവിതം എന്നത്. അടുത്ത ചോദ്യം, ത്രിഫലങ്ങളിൽ പെടാത്തത് ഏതാണ്? ത്രിഫലങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻസ് കടുക്ക, ജാതിക്ക, നെല്ലിക്ക, താനിക്ക. ഇതിലെ ത്രിഫലങ്ങളിൽ പെടാത്തത് ജാതിക്കയാണ്. ജാതിക്ക. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്?
ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാമാണ്. ആസാം. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളാണുള്ളത്? 36 ദ്വീപുകളാണ് ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉള്ളത്. കാക്രാപാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? കാക്രാപാറ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖം മംഗലാപുരമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറു തീരത്തുള്ള തുറമുഖം മംഗലാപുരം. വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചത് ആര്? വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചത് രാമനമ്പി. കുറിച്യ കലാപം നയിച്ചത് ആരാണ്? രാമനമ്പി. പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കർ. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖ. ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രൻ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല. കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറന്റിന്റെ വോൾട്ടേജ് എത്ര? കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ വോൾട്ടേജ് 230 വോൾട്ടാണ്. 230 വോൾട്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ആണ്. ജഗ്ദീപ് ധൻകർ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ്? നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ബംഗാളി. ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. നാഗാലാൻഡ്. രാജ്യങ്ങളൊന്നുമില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? രാജ്യങ്ങളൊന്നുമില്ലാത്ത ഭൂഖണ്ഡം അന്റാർട്ടിക്ക. ലോക ജലദിനം. ലോക ജലദിനം മാർച്ച് 22. മാർച്ച് 22 ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോനാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത്. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. 2016 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? കമ്മട്ടിപ്പാടം. മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം
കോസ്റ്റ് ഗാർഡാണ്, കോസ്റ്റ് ഗാർഡ്. വടക്ക് കിഴക്കൻ മൺസൂണിനെ കേരളത്തിൽ അറിയപ്പെടുന്ന പേര്. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് തുലാവർഷം. തുലാവർഷം. താഴെ പറയുന്നതിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഹരിതഗൃഹവാതകം തന്നിരിക്കുന്നത് ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ. ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞതാര്? ജാതി വേണ്ട മതം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ് കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? രാംനാഥ് കോവിന്ദ് ബീഹാർ ആണ്, ബീഹാർ. സലീം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? സലീം അലി പക്ഷി നിരീക്ഷകനാണ്, പക്ഷി നിരീക്ഷകൻ. വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്കാണ്? വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് 15 വർഷത്തേക്കാണ്, 15. കേരളത്തിൽ എത്ര നദികളുണ്ട്? കേരളത്തിൽ എത്ര നദികളാണുള്ളത്? 44 നദികളാണ് കേരളത്തിലുള്ളത്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ഗുജറാത്താണ്, ഗുജറാത്ത്. ഗാന്ധിജി ജനിച്ച സംസ്ഥാനം. ഗാന്ധിജി ജനിച്ച സംസ്ഥാനം ഗുജറാത്ത്. ഗാന്ധിജി ജനിച്ച സംസ്ഥാനം ഗുജറാത്ത്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. 2017 ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. 2023 ആരാണ്? ജർമ്മനിയാണ്, ജർമ്മനി. ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ. ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ മലയാളം. ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ മലയാളം. ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവുണ്ടായ വിള ഏത്? ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവുണ്ടായ വിള ഏതാണ്? ഗോതമ്പാണ്, ഗോതമ്പ്. മാഹി ഏത് രാജ്യത്തിന്റെ കോളനിയായിരുന്നു? മാഹി ഫ്രാൻസിന്റെ കോളനിയായിരുന്നു, ഫ്രഞ്ച് കോളനിയായിരുന്നു മാഹി. ഓപ്ഷൻ ഡി ഫ്രാൻസ്. വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷമാണ്? വാഗൺ ദുരന്തം നടന്ന വർഷം 1921. വാഗൺ ദുരന്തം നടന്നത് 1921. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നത് ആരാണ്? സുഗതകുമാരിയാണ്, സുഗതകുമാരി. ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം 21. ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം 21. ഒരു ബിൽ പാസ്സാക്കുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 3 തവണ. ഒരു ബിൽ പാസ്സാക്കുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? 3 തവണയാണ്. ഇനി വരുന്ന 20 ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്കിതിന്റെ അവസാന ഭാഗത്ത് നോക്കാം. അടുത്ത ചോദ്യം, നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ഇത് ഏത് അവസ്ഥയാണ്? നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ഇത് ഏത് അവസ്ഥയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഖരമാണ്, ഖരാവസ്ഥ. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഭൂപടത്തിന്റെ മുകൾ ഭാഗം സൂചിപ്പിക്കുന്നത് വടക്കാണ്, വടക്ക് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ചിത്രങ്ങളും സന്ദേശങ്ങളും ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റുന്ന ഉപകരണം. ചിത്രങ്ങളും സന്ദേശങ്ങളും ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റുന്ന ഉപകരണം ഫാക്സ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത്? സാർവിക ലായകം എന്നറിയപ്പെടുന്നത് വെള്ളമാണ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് വെള്ളം. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്.
വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് സാന്ദ്രീകരണം എന്നാണ്. സാന്ദ്രീകരണം. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന ക്ലാസുകൾ. പ്രകാശം പൂർണ്ണമായിട്ടും കടത്തിവിടുന്ന വസ്തുക്കൾ ഏതാണ്? സുതാര്യ വസ്തുക്കളാണ്. സുതാര്യ വസ്തുക്കളാണ് പ്രകാശം പൂർണ്ണമായിട്ടും കടത്തിവിടുന്ന വസ്തുക്കൾ. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ. ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ നീൽ ആംസ്ട്രോങ്. ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം. ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം യജ്ഞമാണ്. യജ്ഞം. ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര്? ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. നാടിന്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനം. തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ. കുടുംബശ്രീയാണ് നാടിന്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനം. ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏത്? ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? സസ്യങ്ങളാണ്. ഹരിത സസ്യങ്ങളാണ് ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ. കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത്? കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യമാണ് തന്നിരിക്കുന്നത് സൂര്യകാന്തി, ആമ്പൽ, നെല്ല്, ചെണ്ടുമല്ലി. ഓപ്ഷൻ സി ആണ് ഉത്തരം, നെല്ല്. മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ്? മൂന്നാറിലെ രാജമല ഏത് ജീവിയുടേതാണ്? വരയാടാണ്. വരയാടിന്റെ സംരക്ഷണ കേന്ദ്രമാണ് മൂന്നാറിലെ രാജമല. മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 23 ജോഡിയാണ്. 23 ജോഡി. ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം ഏത്? ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം മന്താണ്. മനുഷ്യനിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു? മനുഷ്യനിൽ ദഹനം ആരംഭിക്കുന്നത് വായ. പയർ ചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏതാണ്? പയർ ചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ റൈസോബിയം ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, റൈസോബിയം. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. ഒരു സംഖ്യയുടെ 50% സമം 100 എങ്കിൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 200. 10 പൈസ 10 രൂപയുടെ എത്ര ശതമാനമാണ്? 1%. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു കുളത്തിന്റെ ചുറ്റളവ് എത്രയാണ്? 140 മീറ്റർ ആണ്. കിച്ചു 4 പെൻസിൽ 11 രൂപയ്ക്ക് വാങ്ങുന്നു എങ്കിൽ 1 ഡസൻ പെൻസിൽ വാങ്ങാൻ അവന് എത്ര രൂപ വേണം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 33. അമ്മു ശനിയാഴ്ച 10:15 PM ഉറങ്ങി. അടുത്ത ദിവസം 6:30 AM എഴുന്നേറ്റുവെങ്കിൽ അവൾ എത്ര മണിക്കൂർ ഉറങ്ങി? ഓപ്ഷൻ സി ആണ് ഉത്തരം, 8 മണിക്കൂർ 15 മിനിറ്റ്. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. 10 മില്ലിമീറ്റർ സമം 10 സെന്റിമീറ്റർ. 100 മില്ലിമീറ്റർ സമം 10 സെന്റിമീറ്റർ. 7 കിലോഗ്രാം സമം ഡാഷ് ഗ്രാം, 7000 ഗ്രാം. 1 ലക്ഷത്തിൽ എത്ര നൂറുകളാണുള്ളത്? 1000 നൂറുകൾ. 70ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 100. 71. 1200 രൂപ വിലയുള്ള 4 കസേരയ്ക്കും 2800 രൂപ വിലയുള്ള ഒരു മേശയ്ക്കും കൂടി ആകെ വില എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 7600 രൂപ. 12 പേർ ചേർന്ന ഒരു സംഘം ഒരു യാത്രയ്ക്ക് പോയി. ആകെ 5940 രൂപ ചെലവായി. ചെലവ് 12 പേർക്കും തുല്യമായി വീതിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ ചെലവ് വരും? ഓപ്ഷൻ സി ആണ് ഉത്തരം, 495. ഒരു സ്കൂളിൽ 8, 9, 10 ക്ലാസ്സുകളിലായി ആകെ 876 കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിലാകെ 292 കുട്ടികളാണുള്ളത് എങ്കിൽ 8, 9 ക്ലാസ്സുകളിലായി ആകെ എത്ര കുട്ടികളുണ്ട്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 584. അപ്പുവിന്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ 22 കൂടുതലാണ് അവന്റെ അമ്മയുടെ വയസ്സ്. അപ്പുവിന് 4 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് 17 ആണ് എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 35. 7 കുപ്പികളിലായി 1/4 ലിറ്റർ വീതം പാലുണ്ട്. ഇത് എല്ലാം ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ ആകെ എത്ര ലിറ്റർ പാലുണ്ടാകും? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1 × 3/4. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ. ഇതിന്റെ 2 വശങ്ങൾ 18 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ ആണെങ്കിൽ മൂന്നാമത്തെ വശം എത്ര സെന്റിമീറ്റർ ആണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 10 സെന്റിമീറ്റർ.
ഒരു ചതുരത്തിന്റെ നീളവും വീതിയും കൂട്ടിയാൽ 10 സെന്റിമീറ്റർ കിട്ടുമെങ്കിൽ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണ്? 20 സെന്റിമീറ്റർ ആണ്. 1 കിലോഗ്രാമിന് 32 രൂപ വിലയുള്ള 5 കിലോഗ്രാം അരിയും 45 രൂപയ്ക്ക് 1 കിലോഗ്രാം പഞ്ചസാരയും 98 രൂപയ്ക്ക് വെളിച്ചെണ്ണയും വാങ്ങി 500 രൂപ കൊടുത്താൽ രാമുവിന് എത്ര രൂപ തിരിച്ചു കിട്ടും? ഓപ്ഷൻ സി ആണ് ഉത്തരം, 197. മധു ബാങ്കിൽ നിന്ന് 2000 രൂപ പിൻവലിച്ചപ്പോൾ മുഴുവനും 10 രൂപ നോട്ടുകളായാണ് കിട്ടിയത്. ആകെ നോട്ടുകളുടെ എണ്ണം ഓപ്ഷൻ ഡി 200. അവസാനത്തെ ചോദ്യം, ലൈല ദിവസേന 6 ലിറ്റർ പാൽ മിൽക്ക് സൊസൈറ്റിയിൽ കൊടുക്കുന്നു. 1 ലിറ്റർ പാലിന് 50 രൂപ കിട്ടുമെങ്കിൽ ഒരാഴ്ചയിൽ ലൈലയ്ക്ക് എത്ര രൂപ അവിടെ നിന്ന് കിട്ടും? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2100 രൂപ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.